ചില വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ അത് താങ്കളെ എത്രമാത്രം അലോസരപ്പെടുത്തിയാലും താങ്കളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് മൂന്നാറിലേക്ക് വന്നാൽ താങ്കളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ അവിടെ ഏതെങ്കിലും റിസോർട്ടിൽ? എൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് എവിടെ റിസോർട്ടുണ്ടോ അവിടെ നിയമപരമായി ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ആർക്കും ഇടപെടാം, ഒരു കുഴപ്പമില്ല. ഈ മൂന്നാറിൽ ഹിൽ വ്യൂ, അതുപോലെ തന്നെ ഹോളിഡേ ഇൻ, അതുപോലെ മറ്റൊരു റിസോർട്ട്, ഇനി ക്ലൗഡ് നയൻ ആകട്ടെ VS സർക്കാരിന്റെ കാലത്ത് ഇടിച്ചു നിരത്തി. ഇതൊക്കെ താങ്കളുടെ മകളുടെ ഭർത്താവിന്റെ കുടുംബമാണ് അതിന്റെ ഉടമസ്ഥർ അല്ലേ? എൻ്റെ മകളുടെ ഭർത്താക്കന്മാർക്ക് തേക്കടിയിലുണ്ട്, മകളുടെ ഭർത്താക്കന്മാർക്ക് മൂന്നാറിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവരൊക്കെ വലിയ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം ഒക്കെ ഉണ്ട്. നിയമപരമായിട്ട് അവർ നടത്തുന്നു. നിയമവിരുദ്ധമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് നോക്കിക്കൂ, നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ചെയ്തു. ശ്രീ കെ മണി, താങ്കൾ റവന്യൂ മന്ത്രിയായിരുന്നയാളാണ്. താങ്കൾക്കറിയാം അപ്പോൾ മൂന്നാറിൽ ഏത് വിധത്തിലാണ് ഭൂമി വേർതിരിക്കപ്പെട്ടത് 71 നിയമപ്രകാരം. അവിടെ 2 അവകാശികളെ ഉള്ളൂ. ഒന്ന്, സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്തിരിക്കുന്ന ടാറ്റ. 2, സർക്കാരിന്റെ ഭൂമി, അതാകട്ടെ ഭൂരഹിതർക്ക് കൊടുക്കാനുള്ളത്. ഒരു റിസോർട്ട് പോലും അവിടെ അതുകൊണ്ട് വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് താങ്കളുടെ മകളുടെ ഭർത്താവിന്റെ കുടുംബത്തോടെ റിസോർട്ട്? നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞല്ലോ വേണു, നിയമവിരുദ്ധമായിട്ടുള്ള 5 വർഷക്കാലം അച്യുതാനന്ദോടെ ഭരിച്ചില്ലേ? ഭരിച്ചപ്പോൾ ക്ലൗഡ് നയൻ ഇടിച്ചു പൊളിച്ചു. അത് ശരി, എന്തുകൊണ്ട് ഇത് നടപടി നടത്തിയില്ല? നിയമവിരുദ്ധമായിട്ടുള്ളത് ആർക്കും പരിശോധിക്കാവുന്നല്ലേ? അത് എന്നോട് ചോദിക്കണ്ടല്ലോ. നിയമവിരുദ്ധമായിട്ടുള്ളത് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. അത് KM മാണിയുടെ കയ്യിലുണ്ടെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ളത് നിൽക്കില്ല. ഉത്തരം നിങ്ങൾ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ ഇടയ്ക്ക് കയറി വളരെ ഇംപേഷ്യന്റ് ആകരുത്. നിയമവിരുദ്ധമായിട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് എടുക്കാം. നിയമവിരുദ്ധമായിട്ടുണ്ടോന്ന് പരിശോധിക്കട്ടെ. 5 വർഷമായിട്ട് അവർ പരിശോധിച്ചില്ല, ആർക്കും പരിശോധിക്കാം. നിയമവിരുദ്ധമായിട്ടുള്ളതിന് ഒന്നും ഞങ്ങൾ സംരക്ഷിക്കില്ല. എന്റെ സംശയം, നിയമവിരുദ്ധമായി എന്തുണ്ടെങ്കിലും അത് പരിശോധിച്ച് നടപടിയെടുത്തോളട്ടെ താങ്കൾ പറയുന്നു. ക്ലൗഡ് നയൻ കഴിഞ്ഞ സർക്കാർ ഇടിച്ചു പൊളിച്ചു, നിയമവിരുദ്ധമായിരുന്നോ അല്ലയോ? എന്താ അതിനെപ്പറ്റി നിങ്ങളുടെ ഇടതുപക്ഷത്തിൽ തന്നെ, നിങ്ങൾ ഏത് ഇടതുപക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഇടതുപക്ഷത്തിൽ തന്നെ ഇതിനെപ്പറ്റി ചർച്ച വന്നില്ല. ഇടിച്ചു പൊളിച്ചു തെറ്റായി പോയി, വേണേ കണ്ടുകെട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമാണെന്നാണ് പറയട്ടെ. സർക്കാരിലേക്ക് കണ്ടുകെട്ടിയാൽ മതിയായിരുന്നു. സർക്കാരിലേക്ക് ഒരു കെട്ടിടം കണ്ടുകെട്ടേണ്ട സാഹചര്യം എന്താണ്? അത് അനധികൃത നിർമ്മാണമാണ്, അത് സർക്കാർ കയ്യിലെടുക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, ഇതിന് 2 അഭിപ്രായമുണ്ട്. ഇടിച്ചു പൊളിക്കലും ഏറ്റെടുക്കലും അല്ല എന്റെ ചോദ്യം. ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഇടിച്ചു പൊളിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഇടിച്ചു പൊളിക്കണ്ടായിരുന്നു, സർക്കാരിലേക്ക് കണ്ടുകെട്ടാമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരും ഉണ്ട്. പോയിന്റ് മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാനിപ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം ഇടിച്ചു പൊളിച്ചത് ശരിയായില്ല. ശ്രീ കെ മാണി, ബുദ്ധിമാനാണ് താങ്കൾ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി അല്ല താങ്കൾ പറയുന്നത്. ഇടിച്ചു പൊളിക്കലും ഏറ്റെടുക്കലും നമുക്കിടയിലെ തർക്ക വിഷയമല്ല. എന്റെ ചോദ്യം ഇതാണ്, ക്ലൗഡ് നയൻ സർക്കാർ അങ്ങനെ ഒരു നടപടി എടുത്തു. ആ നടപടി എടുത്ത രീതി മാറി നിൽക്കട്ടെ. ഇടിച്ചു പൊളിച്ചോ ഏറ്റെടുത്തോ മാറി നിൽക്കട്ടെ, അവിടെ ഒരു നടപടി ഉണ്ടായി. എന്നാൽ അതിന്റെ അർത്ഥം അനധികൃതമായിരുന്നു അതെന്ന്. ഇതൊക്കെ കോടതികളിൽ വന്നിട്ടുള്ള കേസുകളല്ലേ? കോടതികളിൽ ഇതൊക്കെ എത്രയോ കേസുകൾ കോടതി വരികയും കോടതി പരിശോധിക്കുകയും ചെയ്തു. കോടതികളിൽ വന്ന് പരിശോധന കഴിഞ്ഞ കേസുകളെ പറ്റിയൊക്കെ എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ക്ലൗഡ് നയന്റെ കാര്യത്തിൽ തീർപ്പായോ? എനിക്കറിയില്ല. ക്ലൗഡ് നയൻ അല്ല, ക്ലൗഡ് 10 ആയാലും നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് നടപടി എടുത്തേക്കും. എന്റെ സംശയം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിന്റെ ഭൂസ്ഥിതിയെ പറ്റി നന്നായി അറിയുന്ന മന്ത്രിയോടാണ്. ശ്രീ കെ എം മാണി, മൂന്നാറിൽ നിയമപരമായി റിസോർട്ട് കെട്ടാൻ ആർക്കെങ്കിലും പറ്റുമോ? നിയമപരമായി റിസോർട്ട് കെട്ടാൻ, നിയമപരമായി റിസോർട്ട് കെട്ടുന്നിടത്ത് നിയമപരമായി ചെയ്യും. ശ്രീ കെ മാണി, അവിടെ 2 അവകാശികളാണ് ഭൂമിക്കുള്ളത്, ടാറ്റയും സർക്കാരും. ശ്രീ കെ മാണി മറുപടി നിങ്ങൾ പറയുന്ന രീതിയിലല്ലല്ലോ എന്റെ മറുപടി. എന്റെ സംശയം സർക്കാരിനുമാണ് ഭൂമിയിലെ അവകാശം. നിങ്ങൾ ഇങ്ങനെയൊന്ന് ഇന്ററോഗേറ്റ് ചെയ്ത് ക്രോസ് എക്സാമിനേഷൻ അല്ല, ഇങ്ങനത്തെ ഇന്റർവ്യൂവിൽ ക്രോസ് എക്സാമിനേഷൻ ഒന്നുമല്ല, അതൊക്കെ വേറെ സ്ഥലത്താണ്. പറയുന്ന ഉത്തരം പറ. ക്രോസ് എക്സാമിനേഷൻ വേണ്ട. അങ്ങനെ ഈ പറയുന്നത് നിയമപരമായിട്ട് കെട്ടിയിട്ടുണ്ടോ, നിയമവിരുദ്ധമാണോ, ആരെങ്കിലും പരിശോധിച്ചോണം. എന്റെ സംശയം മൂന്നാറിൽ അങ്ങനെ ആർക്കെങ്കിലും, ശ്രീ കെ മാണിയുടെ ബന്ധുക്കളുടെ കാര്യം വിടൂ, മൂന്നാറിൽ ആർക്കെങ്കിലും അങ്ങനെ കെട്ടിടം നിർമ്മിക്കാൻ കഴിയുമോ? 2 അവകാശികളാണ് ഭൂമിക്കുള്ളത്. മൂന്നാറിൽ നിയമപരമായി നിർമ്മിക്കുന്നു, നിയമപരമല്ലാത്തതും ഉണ്ട്. എനിക്ക് ഓരോ ഇൻഡിവിജ്വൽ കേസ് എടുത്ത് പറയാൻ നിയമപരമായി നിർമ്മിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്നോട് ഞാൻ ഈ പറഞ്ഞ ചോദ്യം